ഇനി തിരിച്ചുവരവില്ല, കുഴപ്പമില്ല. പക്ഷെ ഇതൊന്നും പോരാണ് തിരിച്ചുവരാൻ. ശരിയാണ്, KGF നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊരു ടൈം അതുപോലെ എന്നുള്ളത് നമ്മൾ അവരെങ്ങനെ ഇറക്കണ്ടെന്നുള്ളത് ഡയറക്ടറും അവരൊക്കെ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, ഒരു പ്രതീക്ഷ ലെവലില്ലെങ്കിലും ഈ ഇടയ്ക്ക് വന്നുകൊണ്ടിരുന്ന വിജയ് ദേവരകൊണ്ടയുടെ ഫിലിം വെച്ച് നോക്കുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി നല്ല ഒരു ഫിലിമാണ്. കാരണം ചെറിയൊരു KGF ടച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ വിജയ് ദേവരകൊണ്ട നായകനായ കിങ്ഡം ഇന്ന് റിലീസായി 2ാം ദിവസം. ആദ്യ ദിവസം ഈ സിനിമയ്ക്ക് ഒരു മികച്ച റിപ്പോർട്ടിലായിരുന്നു. അപ്പോൾ 2ാം ദിവസം ഈ ഒരു അഭിപ്രായങ്ങൾ അറിഞ്ഞും അറിയാതെയും ധാരാളം പ്രശ്നം പറഞ്ഞു. അവർ ചോദിക്കാം സിനിമ എങ്ങനെയുണ്ടെന്നുള്ളത്. നിങ്ങളും സിനിമ കണ്ടിട്ടാണ് സിനിമ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും പബ്ലിക് റിവ്യൂസിനും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇനി തിരിച്ചുവരവില്ല, കുഴപ്പമില്ല. പക്ഷെ ഇതൊന്നും പോരാണ് തിരിച്ചുവരാൻ. അല്ല, ഇന്നലെ പോസിറ്റീവ് ആയിരുന്നു പടം ഇറങ്ങിയപ്പോഴേ. അത്ര പോസിറ്റീവ് ഒന്നുമില്ല, കുഴപ്പമില്ല. പക്ഷെ ഇവൻ ഇപ്പോൾ ഡൗൺഫോൾ അല്ലേ, ഇത് വെച്ച് തിരിച്ചു വരവൊന്നുമില്ല, താഴോട്ട് തന്നെ പോയി. ആണോ? പുള്ളിയുടെ അഭിനയൊന്നും അത്ര ആയില്ല. ഇവ ആള് കൊള്ളാം, പക്ഷെ സിനിമ എല്ലാം പൊട്ടയാണ്. ഇനി പറ്റൂല, പോയി. മലയാളി നടൻ കൊണ്ട് മലയാളി അവൻ കൊള്ളാം കേട്ടോ, കൊള്ളാം. അവൻ കൊള്ളാം. ഇനി അടുത്ത സിനിമയിലൊക്കെ നല്ല രസമായിരിക്കും. വില്ലൻ മാത്രം കൊള്ളാം. യൂട്യൂബ് റിവ്യൂ നോക്കി വന്നതാണ്, ഒരു തിരിച്ചറിവില്ല. എന്താ പറയുക, അങ്ങനെ തോന്നാനുള്ള നെഗറ്റീവ് എന്നുള്ള കാര്യം എന്താ? ഫസ്റ്റ് ഹാഫ് കൊള്ളാം, പക്ഷെ സെക്കൻഡ് ഹാഫിലൂടെ വന്നപ്പം പോരാ, ഒട്ടും പോരാ. നല്ല പടം. ഞാൻ ആസ് എ വാച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അതെ. മ്യൂസിക് കാര്യങ്ങൾ എങ്ങനെയുണ്ട്? കത്തിക്കലാണ് പീക്ക്. ബ്രോ, ഈ KGFന് ശേഷം ആ ഒരു ട്രാക്ക് പിടിച്ച് പടം വരുന്നു എന്നൊക്കെ ഒരു ഇതുണ്ടല്ലോ, ഇപ്പൊ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത് ഇതില്? ബ്രോ, അതൊരു ബെഞ്ച് മാർക്കാണ്. ശരിയാണ്, നമുക്കങ്ങനെ, എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാണ്, നമുക്കങ്ങനെ തോന്നും, ശരി തന്നെയാണ്. അത് ഓരോ ഡയറക്ടേഴ്സ് ആയാലും അവർ കഥ എഴുതുന്നവർ അവരുടെ സ്വാതന്ത്ര്യമല്ലേ എങ്ങനെ ഇറക്കണം എന്നുള്ളത്. അത് നമ്മൾ ഇനി അത് ശരിയാണ്, KGF നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊരു ടൈം അതുപോലെ എന്നുള്ളത് നമ്മൾ അവരെങ്ങനെ ഇറക്കണ്ടെന്നുള്ളത് ഡയറക്ടറും അവരൊക്കെ ഡിസൈഡ് ചെയ്തിട്ട് നമ്മൾ അതിലൊന്നും പറയാൻ ആരുമല്ല. അത് അവരുടെ വർക്കല്ലേ, വർക്കിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. നമ്മൾ മലയാള താരം വെങ്കിയുണ്ട് ബ്രോ, അതെങ്ങനെയുണ്ട് വില്ലനായിട്ട്? പക്ക സ്വാഗ് വില്ലനിസം പീക്കാണ്. ഇനി അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഇനി വെയിറ്റിംഗ് ആണ്. ഞാൻ എന്താവുമെന്ന് അറിയത്തില്ല. അപ്പോൾ വിജയ് ദേവരകൊണ്ട ഒരു തിരിച്ചുവരവായിട്ടൊക്കെ എടുക്കാൻ പറ്റുമോ ഇത്? ഈ അടുത്തിറങ്ങിയല്ലോ വിജയ് ദേവരകൊണ്ടയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആൻഡ് അത്ര കിട്ടിലായിട്ട് അങ്ങനെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ. ഒരു വെറൈറ്റി ആയിട്ടായിരുന്നു തോന്നിയത്. ചെറിയൊരു KGF ടച്ച് ഉണ്ടായിരുന്നു, എങ്കിലും കൊള്ളാം. വിജയ് ദേവരകൊണ്ടയുടെ ഒരു തിരിച്ചുവരവ് തോന്നുന്നു. വില്ലനും ഒരു പുതിയ അഭിനയമാണ് കാഴ്ചവെച്ചത്. നല്ല സിനിമയായിരുന്നു. അത് കൊറിയോഗ്രാഫി അതിനെ ചെയ്ത രീതി നല്ലതാണ്. ആക്ഷൻ സീൻസ് ഒക്കെ നല്ലതായിരുന്നു. കൊള്ളാം, സിനിമ കൊള്ളാം, സൂപ്പർ പടമായിരുന്നു. പടം നല്ല പടമാണ്. പിന്നെ മറ്റേ ഇടയ്ക്ക് NTRന്റെ ഫിലിം ഇറങ്ങിയില്ല, ദേവര, അതിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഉണ്ട്. ബട്ട് കൊള്ളാം, സ്മഗ്ലിങ് തന്നെയാണ്. പക്ഷേ ഈ ഇടയ്ക്ക് വന്നുകൊണ്ടിരുന്ന വിജയ് ദേവരകൊണ്ടയുടെ ഫിലിം വെച്ച് നോക്കുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി നല്ല ഒരു ഫിലിമാണ്. കാരണം ഇടയ്ക്ക് എന്തോ വേൾഡ് ലവ് സ്റ്റോറി, പിന്നെ അങ്ങനെ 2-3 പടങ്ങളെല്ലാം ഇറങ്ങി. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല സിനിമയാണ്. റിപ്പോർട്ടൊക്കെ അറിഞ്ഞോണോ വന്ന സിനിമയ്ക്ക്? ഞാൻ ഒരിടത്ത് 4.5 കണ്ട് വന്നതാണ്. ബട്ട് കൊള്ളാം, ഞാനും അത്ര തന്നെ കൊടുക്കുന്നുണ്ട്. കാരണം നല്ല അനിരുദ്ധിൻ്റെ മ്യൂസിക് കമ്പോസിഷൻ ഈസ് വേറെ ലെവൽ. ഗൂസ് ബംസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിട്ടോ. അതിപ്പോൾ വില്ലൻ്റെ ആണെങ്കിലും ശരി, നടൻ്റെ ആണെങ്കിലും ശരി, എല്ലാം അടിപൊളിയായിട്ടുണ്ട്, കലക്കിയിട്ടുണ്ട്. മലയാളത്തിൽ നടനുണ്ടല്ലോ വില്ലനായിട്ട്, എങ്ങനെയുണ്ട് പുള്ളി? പുള്ളി സുടുസുട്ട് ഇഡ്ഡലിന്ന് അങ്ങോട്ട് പോയാലും ഞാൻ അറിഞ്ഞില്ല. ട്രെയിലറിൽ ഞാൻ കണ്ടു, ജസ്റ്റ് ഒരു ഗ്ലിംസ് മാത്രമേ കണ്ടുള്ളൂ. ബട്ട് പുള്ളിയും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, ഒരു പ്രതീക്ഷ ലെവലില്ലെങ്കിലും കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ വിജയ് ദേവരകൊണ്ടയുടെ ക്യാരക്ടർ അതാണ് പടത്തിന് കൊണ്ടുപോകുന്നത്. പിന്നെ ഇതിൻ്റെ മ്യൂസിക്കും കൊള്ളാം. ഒരു മാസമാണോ പ്രതീക്ഷ? എന്താ പ്രതീക്ഷ? അങ്ങേര് പറയണ്ട, അങ്ങേര് കിടിലൻ റോള്. ഒരു മാസ് പടമാണോ ബ്രോ പ്രതീക്ഷ? എന്താ അത്? എന്താ പറയാ, വേറെ രീതിയിലൊക്കെ പ്രതീക്ഷ. ഇതൊരു എന്താ പറയാ, ഇങ്ങനെ ഒരു നാടിനെ രക്ഷിക്കുന്ന അങ്ങനത്തെ ഒരു ക്ലീശേ കഥ പോലെ ആയിപ്പോയി, റെട്രോ പോലെ. അതുപോലെ തന്നെ കിങ്ഡം കൊള്ളാം, കണ്ടിരിക്കുക. സെക്കൻഡ് ഹാഫ് പക്ക റിട്രോ പോലെയാ, സെയിം സ്റ്റോറി പോലെയൊക്കെയാണ്, പക്ഷെ കണ്ടിരിക്കാം. അതിൻ്റെ ഒരു BGM കൊള്ളാം. ബ്രോ, ഈ അഭിപ്രായങ്ങൾ അറിഞ്ഞോ? നല്ല അറിയാതെ വന്നതാണോ? ഞാൻ അറിഞ്ഞിട്ടാ വന്നത്, പക്ഷേ എനിക്ക് അത്ര ബോറൊന്നും അടിച്ചില്ല. നന്നായിട്ട് കണ്ടിരിക്കാൻ പറ്റും. നന്നായിട്ട് കംബാക്ക് ആവോ പുള്ളിയുടെ? കംബാക്ക് അങ്ങേര് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം.